ഹായ് സുഹൃത്തുക്കളെ, മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും അല്ല ഇന്ന് ഇടാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പച്ച വെളിച്ചെണ്ണ മുറുക്കിയെടുക്കുവാണ്. അതിനകത്തോട്ട് കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് മുറ്റത്ത് തന്നെ നമ്മൾ വളർത്തിയെടുക്കുന്ന കുറേ ഐറ്റംസാണ്. അതായത് കറ്റാർ വാഴ, അതേപോലെ തന്നെ പിന്നെ ചെമ്പരത്തിയുടെ പൂവ്, തുളസിയില, ചെത്തിമുട്ട, പിന്നെ കറിവേപ്പില, ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് ഒരു വെളിച്ചെണ്ണയുടെ അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ ഒരു 2 ടീസ്പൂണ് ഉലുവ മതിയാവും. പിന്നെ മൈലാഞ്ചി, ഇതെല്ലാം നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മളൊന്നും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു സാധനങ്ങളും ഇല്ല. ഉലുവ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ ചെറിയ ഉള്ളി, ഇത്രയും ഐറ്റംസാണ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ എടുക്കാതിരുന്നത് കയ്യെണ്ണ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷെ കയ്യെണ്ണ ചില സ്ഥലങ്ങളിലൊക്കെ കയ്യോന്നി എന്ന് പറയും. കയ്യെണ്ണ ചൂട് കാരണമാണെന്ന് തോന്നുന്നു. കുറേ സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പം കയ്യെണ്ണ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ ഒന്നും കൂടി ഐറ്റംസ് പറയാം. പിന്നെ കറ്റാർ വാഴ, തുളസിയുടെ ഇല, മൈലാഞ്ചി, ചെമ്പരത്തിപ്പൂ, ചെത്തിമുട്ട, പിന്നെ കറിവേപ്പില, ഇങ്ങനെ ഇത്രയും ഐറ്റംസ് ഉണ്ട്. പിന്നെ ഉലുവ, ഉള്ളി, ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതായിട്ടൊന്ന് ചതച്ചിട്ട് 1/2 ലിറ്റർ വെളിച്ചെണ്ണയിൽ നല്ലതായിട്ട് മുറുക്കി. തീ കൂട്ടി വെക്കരുത്. തീ എപ്പോഴും ഒരു മീഡിയം ലെവലിൽ തീ വെക്കാവുള്ളൂ. ചില എണ്ണ കരിഞ്ഞ് ഇതായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണം പോകും. അത് കാരണം നമ്മൾ തീ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് ഇത്രയും സാധനങ്ങൾ നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ പതയെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്കത് ചെറിയ തുണി, കോട്ടൺ തുണി വെച്ചിട്ട് അരിപ്പയിൽ അരിച്ച് കുപ്പിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തേക്കാം. ഉള്ളി, ഉലുവയൊക്കെ നമ്മുടെ തലയ്ക്ക് നല്ല തണുവാണ്. അതുപോലെ മുടി കിളുക്കാനാണെങ്കിലും മുടി കൊഴിയാതിരിക്കാനും. ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ ഈ ചൂടെന്നൊക്കെ പറയുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പം നമുക്ക് മുടി കൊഴിച്ചിലിനും തലയ്ക്ക് കുറച്ച് തണുപ്പ് കിട്ടാനും ഞാൻ ഇത് കുറച്ച് നാളായിട്ട് ഈ എണ്ണ ഇങ്ങനെ ഉപയോഗിച്ച് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നതാണ്. അതനുസരിച്ച് ഞാനിപ്പോൾ ഈ എണ്ണ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ മോൾക്കും ഞാനും വീട്ടിലെല്ലാവരും ഞങ്ങൾ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒത്തിരി നല്ലതാണ്. ഇത് നമ്മൾ മുറുക്കി എടുത്തു കഴിയുമ്പോൾ നല്ല ഒരു വാസനയാണ് ഈ എണ്ണയ്ക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. എൻ്റെ മോൾക്കൊക്കെ ഞാനിത് നല്ലതായിട്ട് തേച്ച് കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഷാമ്പു ഇട്ട് ഒരു 1/2 മണിക്കൂർ അല്ല ഒരു 3/4 മണിക്കൂർ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് ഷാമ്പു ഇട്ട് വാഷ് ചെയ്തിട്ട് മുടി ഉണക്കിയെടുത്താൽ മതി. ഒത്തിരി നല്ല എണ്ണയാണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.